ഹലോ, ഇന്ന് വെനസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ഇന്ന് ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണം ഇന്നും വെറുതെ വായി നോക്കി മുറ്റത്തേക്ക് ഒന്നും നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് ക്ലാസ് ഇല്ലാത്തത് 3 ദിവസമായി. ഇവരുടെ പാറുൻ്റെ സ്കൂളിൽ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പരിപാടിക്കൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണ്ട കേട്ടോ. അപ്പോൾ കാലത്ത് ചായക്കുടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പാറും കൂടിയിട്ട് പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് പാറ് പറയണത് പൈനാപ്പിൾ ജ്യൂസ് വേണ്ട, കഷ്ണങ്ങളായിട്ട് മതിയെന്ന്. അത് തിന്ന് കഴിഞ്ഞപ്പോഴോ അതിൻ്റെ നാവ് ആകെ ചുവന്നിട്ട് ആകെ എന്താ പറയുക ചൊറിയനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പൈനാപ്പിൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാള ഇന്ന് മീൻ മേടിക്കില്ല എന്ന് വിചാരിച്ചതായിരുന്നു. ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പാറുവിന് ചാള മേടിച്ചേ പറ്റൂ. അതിൻ്റെ ഉള്ളൊരു പലിഞ്ഞിലില്ലേ, ആ പലിഞ്ഞിൽ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചാള കിട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിക്കണേ. അപ്പം ഞാൻ ചാള വറുക്കാനായിട്ട് വെച്ചു കേട്ടോ. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പുപൊടി, പിന്നെ കുറച്ച് വേപ്പിലിട്ടിട്ട് ചാള വറുക്കാൻ വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റും കൊണ്ടുവന്നിട്ട് പാക്കറ്റ് പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വഴുതനങ്ങ കൊണ്ട് ഒരു ഉപ്പേരിയും കൂടി വെച്ച്, പിന്നെ മീനൊക്കെ അങ്ങോട്ട് വറുത്തെടുത്തു കേട്ടോ. പിന്നെ ചാറ് കൂട്ടാൻ വെക്കേണ്ട പണിയില്ലാത്തതുകൊണ്ട് കുറച്ച് പണി ഒഴിവായി കിട്ടിയിട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി എടുത്തു. ഇതിനിടയിൽ പാറുകുട്ടീനെ നോക്കിയപ്പോൾ പാറുകുട്ടി അകത്താണ് കേട്ടോ. നല്ല ഡാൻസ് പഠിപ്പിക്കലാണ്. കുട്ടികൾക്കായിരുന്നു കേട്ടോ ഇന്നത്തെ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷം.